നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരു ഗുരുവായൂരപ്പ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞു വന്ന ഒരു യുവതി റീൽസ് എടുക്കുകയും അവര് ബർത്ത്ഡേ കേക്ക് മുറിക്കുകയൊക്കെ ചെയ്തത് ശ്രീല ഉൾപ്പെടെയുള്ള പലരും ഇടപെട്ട് കോടതിയുടെ സഹായത്താൽ തന്നെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽ എടുക്കുന്നതെല്ലാം അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നതായാണ് എൻ്റെ അറിവ്. അങ്ങനെ ഒരു ഇത് നിലനിൽക്കവേ അവർ കഴിഞ്ഞ ദിവസം വീണ്ടും ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്നും റീൽ എടുത്തതായിട്ട് അറിയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിയമനിഷേധം തന്നെയല്ലേ അവർ കാണിക്കുന്നത്. നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കുന്നത്. ഇപ്പൊ അമ്പലത്തിനുള്ളിൽ നിന്നുള്ള ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയത് കൊണ്ടാവണമല്ലോ അവർ വീണ്ടും ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് ധൈര്യം കാണിച്ചത് എന്ന് വേണ്ടേ കരുതാൻ. തീർച്ചയായിട്ടും പ്രീത, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് വിലക്കിക്കൊണ്ട് അനിൽ കെ നരേന്ദ്രന്റെ ദേവസ്വം ബെഞ്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതി തന്നെ കൃഷ്ണഭക്ത എന്ന് അവകാശപ്പെടുന്ന ഉഡായിപ്പ് കൃഷ്ണഭക്തയായ ഈ സ്ത്രീ തന്നെയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഗുരുവിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ പോയി കേക്ക് മുറിക്കുകയും നിരന്തരം റീൽസ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ റീൽസ് എടുത്ത് അവിടെ വലിയ രീതിയിലുള്ള കച്ചവട സാധ്യത, അവർ ഒരു കൃഷ്ണചിത്രം വരയ്ക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ വരയ്ക്കുന്നതാണോ എന്താണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അവരുടെ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗുരുവായൂരിലേക്ക് വന്ന് ഗുരുവായൂരിലെ ഭക്തയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചില സംഘവിരങ്ങളിലൊക്കെ നുഴഞ്ഞു കയറി, അതുപോലെ ഗുരുവായൂർ തന്ത്രിയുടെ അടുത്തേക്ക് ചില നേതാക്കന്മാരെയൊക്കെ വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായപ്പോൾ ഇവർ വലിയ നാട്ടിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഉദ്ഘാടനവും ഒക്കെ നടന്ന ഒരാളാണ്. ഏതായാലും ഇത് ഈ വിഷയങ്ങൾ ഇവർ ആരാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തും വിധം ഇവരുടെ നേരത്തെയുള്ള ഇടപാടുകൾ, നേരത്തെയുള്ള ചില നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷം ഗുരുവായൂരിലേക്ക് അവരെത്തിച്ചേരുന്ന സാഹചര്യം, അവിടെ റീൽസ് എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. ഇവിടെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അവിടെ റീൽസ് എടുക്കാനുള്ള അവസരമില്ല. അവിടെ വിവാഹമോ അങ്ങനെ എന്തെങ്കിലും ചടങ്ങ് നടന്നാൽ, വിവാഹം നടക്കുമ്പോൾ തീർച്ചയായും അത്തരം ചടങ്ങുകൾക്ക് അവരുടെ ഫോട്ടോയും വീഡിയോയും ആവശ്യമുണ്ട്, അവർക്കൊരു മെമ്മറി എന്ന രീതിയിൽ. അതുപോലെ തന്നെ വിവാഹം നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ ഉത്സവത്തിന്റെ ചടങ്ങുകൾക്കും എടുക്കാം എന്നുള്ളതാണ്. ഉത്സവത്തിന്റെ ചടങ്ങുകൾക്ക് എടുക്കാം എന്നുള്ളതിനെ മറയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു പരിപാടിയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ വീഡിയോ എടുത്തിരിക്കുന്നു. ഇവർ വീഡിയോ എടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് ഇവർ ആദ്യം വലിയ പ്രശ്നമായ സമയത്ത് വന്ന് കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പറഞ്ഞതാണ് താൻ ഇനി ഗുരുവായൂരിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഗുരുവായൂരിലെ കേസിൽ റീൽസ് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും അവരവിടെ പോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോകുന്നതിന്റെ തലേ ദിവസം വളരെ പ്രകോപനപരമായി ഹിന്ദുക്കൾ പറഞ്ഞില്ലേ എന്റെ കാല് വെട്ടുമെന്ന്, കാല് വെട്ടാനുള്ളവർ വരൂ, അവിടെ ഞാനും എന്റെ കൂടെയുള്ള ആളും അവിടേക്ക് എത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് എല്ലാ തവണയും ഗുരുവായൂർ പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഹൈന്ദവരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ, അത് പറയാതിരിക്കാൻ കഴിയില്ല, ഇത് മതവിദ്വേഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഇവരുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടാക്കി അന്ന് ഗുരുവായൂരിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ ഇവർ പച്ചയ്ക്ക് തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. ആ തെറി വിളിച്ച സ്ത്രീയെ അവർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തല്ലുമെന്നും അവരുടെ വീട്ടിൽ പോകുമെന്നും ഗുരുവായൂർ വെച്ച് കണ്ടാൽ തല്ലുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ ചെയ്ത് കാണുകയുണ്ടായി. ഞാൻ ഇവരുടെ വീഡിയോ കാണത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ അയച്ചു തരാറുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത്, അതായത് ഈ ഗുരുവായൂരിലെ പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം ഇവർ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ യൂട്യൂബ് ചാനലിലൂടെ മുഴുവൻ സത്യം പറഞ്ഞാൽ നേരത്തെ പലരും ഇവരുമായി ബന്ധപ്പെട്ട പല കഥകളും പറഞ്ഞവരും പല കാര്യങ്ങളും തെളിവുകളും ഒക്കെ എത്തിച്ചു തന്ന പല ആൾക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇവർ ഈ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കുന്ന ഇവരുടെ മുഖം വ്യാജമാണ് എന്ന് പറഞ്ഞിരുന്നു. കാരണം നാട്ടുകാരുടെ മുമ്പിൽ വളരെ നന്നായി പിന്നെ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഏട്ടാന്നൊക്കെ വിളിക്കുന്ന കണ്ടാൽ എല്ലാ ഏട്ടന്മാരും അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ചില വിളികളും ഒക്കെയായി പ്രദർശിപ്പിച്ച് അങ്ങനെ നടന്നിരുന്ന അവർ ഏത് തരത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ലോകത്തുള്ള എല്ലാവരെയും തെറിയല്ല, യഥാർത്ഥത്തിൽ അത് തെറി പോലുമല്ല, ലൈംഗിക വൈകൃതമുള്ള ചില ആൾക്കാർ സംസാരിക്കുന്നത് പോലെ ചില ആംഗ്യ വിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ എന്നെ അടക്കം അവർ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന അവസ്ഥയുണ്ടായി. അവരുടെ ആ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയുമായി എനിക്ക് ബന്ധമുണ്ടെന്ന തരത്തിൽ വരെ ഈ സ്ത്രീ പറഞ്ഞു. ഇവരുടെ കേസിലകപ്പെട്ട സ്ത്രീ പോയിട്ട് ഇവരുടെ ആ പഞ്ചായത്തിൽ കൂടി പോയ ഒരാളോട് പോലും അത്തരം ഒരു ബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംസാരിക്കാനോ ഒരു സുഹൃത്തായി പോലും ഞാൻ പരിഗണിക്കില്ല. കാരണം അത്രയേറെ വൃത്തികെട്ട, അത്രയേറെ ആംഗ്യ വിക്ഷേപം, അവർ സത്യം പറഞ്ഞ ആങ്ങളെയും പെങ്ങളുമാണെന്ന് അവകാശപ്പെടുന്ന രണ്ടുപേർ വന്നിരുന്ന് പറയുന്ന ലൈംഗിക വൈകൃതമുള്ള, അതായത് തെറിയെന്ന് പോലും പറയാൻ കഴിയില്ല, അവരുടെ ആങ്ങളയുടെയും പെങ്ങളുടെയും എന്ന് പറയുന്ന ആങ്ങളെയും പെങ്ങളുമാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടുന്ന ആംഗ്യ വിക്ഷേപങ്ങളും മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിൽ തന്നെ ലസിതയെ ആക്ഷേപിക്കാൻ
ലസിതയെ ബോഡി ഷേമിംഗ് നടത്തുന്ന രീതിയിൽ, ലസിതയെ എന്തോ ഒരു വൃത്തികെട്ട വാക്ക് വിളിച്ചുകൊണ്ട് ലസിതയെ ബോഡി ഷേമിംഗ് നടത്തുന്ന രീതിയിലൊക്കെയാണ് ഇവർ രണ്ടുപേരും വന്നിരുന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും കണ്ണാടി നോക്കിയിട്ടില്ല. അവനവന്റെ കോലത്തെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കും. ഞാൻ അത്തരത്തിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷെ അത്തരത്തിൽ ബോഡി ഷേമിംഗ് നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ കോലത്തെ കുറിച്ച് കൂടി ഒരു ജാഗ്രത ഉള്ളവരാകണം. അറ്റ്ലീസ്റ്റ് കണ്ണാടി എടുത്ത് അവരാണോ നല്ലത് നമ്മളാണോ നല്ലതെന്നൊന്ന് നോക്കാനുള്ള ജാഗ്രതയെങ്കിലും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിൽ ആർക്ക് കണ്ടാലും അറിയാം ലസിത ക്യാമറ ആംഗിൾ വെക്കുമ്പോഴുള്ള വ്യത്യാസമല്ല, ലസിത നല്ല ഭംഗിയുള്ള കുട്ടിയാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ എത്രയോ വൃത്തികെട്ട മുഖമുള്ള, അല്ലെങ്കിൽ എത്രയോ വൃത്തികെട്ട മുഖമെന്ന് ഞാൻ പറയുന്നത് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ കൊള്ളാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ഇവരെ പോലുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി നാട്ടിലുള്ളവരെ എല്ലാം തെറി പറയുകയാണ്. ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്കെതിരെ വേറൊരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു. ആ സ്ത്രീ നാട്ടിലുള്ള എല്ലാവരെയും ഇതേ തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീ ഈ സംഘപരിവാർ പാളയത്തിൽ നിൽക്കുന്ന ചില ആൾക്കാരെ ആക്രമിച്ചതോടുകൂടി ചില ആൾക്കാർ ഈ സ്ത്രീക്ക് അനുകൂലമായി മാറി. ഈ കൃഷ്ണഭക്തയ്ക്ക്, ഉടായിപ്പ് കൃഷ്ണഭക്തയ്ക്ക് അനുകൂലമായി മാറി. ആ ഉടായിപ്പ് കൃഷ്ണഭക്ത ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ടാണ് വീണ്ടും അവിടേക്ക് പോകാനുള്ള അവസരം ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും ഗുരുവായൂരിൽ കയറി, ഗുരുവായൂരിലേക്ക് അവർ പോകുന്നതിനെ നമ്മൾ ആരും തടയുന്നില്ല. ഗുരുവായൂരിൽ ക്ഷേത്രത്തിലേക്ക് പോയതിനെ ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല. ഞങ്ങളുടെ വാദം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. ഇപ്പൊ അവർ വന്ന് പറയുന്നത് അവർ കൃഷ്ണഭക്തയാണ്, അവർ എല്ലാ മാസവും അവിടെ പോകും എന്ന അവകാശവാദമാണ് അവർ ഉന്നയിക്കുന്നത്. അവർ ഗുരുവായൂരിൽ ക്ഷേത്രത്തിനകത്തേക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൽ വാതുക്കൽ പോയി നിന്നും റോഡിൽ പോയി നിന്നും അവരുടെ ബിസിനസ് കൊഴിപ്പിക്കാൻ വേണ്ടി അവർ ഫോട്ടോ എടുക്കുന്നതിനെ അവർ ചിത്രീകരിക്കുന്നത് അവരുടെ ഭക്തിയാണ് എന്നാണ്. ഭക്തിയുള്ള ഒരുപാട് പേർ ഗുരുവായൂരിലേക്ക് പോകുന്നുണ്ട്. ഈ ഗുരുവായൂരിൽ ഇവർ ചെല്ലുമ്പോൾ ഇവരല്ലാതെ അവിടെ ഒരൊറ്റ ക്യാമറ, ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരാൾ ഒരു ഫോട്ടോയോ എടുക്കുന്ന എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇവരും ഇവരുടെ കൂടെ പോയ അയാൾ മാത്രമാണ് ഫോട്ടോ എടുക്കുന്നത്. അതിന് മേൻകുടി, അത് മാത്രമല്ല ക്ഷേത്രത്തിന് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ അവർ ദേ നോക്കൂ, ഗുരുവായൂരപ്പനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവരുടെ ഗുരുവായൂരത്തിലേക്ക് വരുന്നതിന്റെ ഇന്റൻഷൻ മോശമാണ് എന്ന് ഞാൻ പലവട്ടം പറഞ്ഞിരുന്നു. തീർച്ചയായും അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്ര വിശ്വാസിയായ ഒരാൾ, അവർക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ പോകണം, ഈശ്വരനെ വിശ്വാസമുണ്ട്, കൃഷ്ണനെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവിയെ വിശ്വാസമുണ്ട് എങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? ക്ഷേത്രത്തിലേക്ക് പോയി തൊഴുത് അവരുടെ വീട്ടിൽ വന്നിരുന്ന് അവർ അവരുടെ ജോലി എടുക്കണം. അതിന് പകരം അവർ റീൽസ് എടുത്ത് എന്താണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അവിടെ റീൽസ് എടുക്കരുത് എന്ന് അനിൽ കെ നരേന്ദ്രന്റെ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉത്സവ സമയത്ത് റീൽസ് എടുക്കാമെന്ന് പറയുന്ന ഉത്സവ ചടങ്ങുകളുടെ റീൽസ് ആണ്, അല്ലാതെ ഈ സ്ത്രീയുടെ റീൽസ് അല്ല അവിടെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ വീണ്ടും ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കാൻ തീർച്ചയായും കേരളത്തിലെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ, സത്യത്തിൽ എന്തിനാണ് അവിടെ പോലീസ് സ്റ്റേഷനും അവിടുത്തെ SHOയും എന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് കൃത്യമായ വിവരങ്ങൾ ക്ഷേത്ര തന്ത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവിടുത്തെ ക്ഷേത്ര തന്ത്രിയാണ് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്ര തന്ത്രിക്ക് എന്താണ് ഈ സ്ത്രീയുമായുള്ള ബന്ധം? ഇവർ എപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? അത് ക്ഷേത്ര തന്ത്രി വ്യക്തമാക്കണം. യഥാർത്ഥത്തിൽ ഗുരുവായൂരിലെ ക്ഷേത്രത്തിന്റെ തന്ത്രിക്ക് ഇവരോടുള്ള താല്പര്യമാണ് മനസ്സിലാക്കാത്തത്. ആ താല്പര്യമാണ് എന്തുകൊണ്ടാണ് ക്ഷേത്ര തന്ത്രി കൃത്യമായി അവിടെ വിവരം കിട്ടുന്നുണ്ട്. കാരണം അവിടെ ഉത്സവം നടക്കുന്ന സമയമാണ്, അവിടെ ചെല്ലാം. ആ ഉത്സവ സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടേക്ക് ചെല്ലാനുള്ള അത്തരം കൃത്യമായ വിവരങ്ങൾ ഇവർക്ക് എത്തിച്ചു നൽകുന്നത് ആരാണ്? ഇവർക്ക് ക്ഷേത്രാചാരങ്ങളെ പറ്റിയോ ക്ഷേത്രത്തെ പറ്റിയോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ കൃത്യമായി അവർ ഈ ദിവസങ്ങളിൽ അവിടെ എന്തെങ്കിലും പരിപാടി ദിവസങ്ങളിൽ എങ്ങനെയാണ് അവർ കൃത്യമായി അവിടേക്ക് എത്തിച്ചേരുന്നത്? ഈ ക്ഷേത്രതന്ത്രിയുടെ അടുത്തേക്ക് ഈ പ്രാവശ്യം പറയുന്നുണ്ട് ക്ഷേത്രതന്ത്രിയുടെ അടുത്തേക്ക് പോയില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ ഗുരുവായൂർ ചെന്നപ്പോഴും ക്ഷേത്രതന്ത്രിയുടെ ഫ്ളാറ്റിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ക്ഷേത്രതന്ത്രിമാർ എന്ത് തന്ത്രിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ക്ഷേത്രതന്ത്രിയാണ് ഇതിന് മുഴുവൻ കാരണം, യാതൊരു സംശയവുമില്ല. ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ പാലിക്കേണ്ടത് കോടതി ഇടപെട്ട് പോലും ക്ഷേത്രതന്ത്രിയും ക്ഷേത്രോപദേശക സമിതിയും ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടാണ് അവിടെ ആചാര ലംഘനം നടക്കുന്നത്. അവിടെ ആചാര ലംഘനം നടക്കുമ്പോൾ ഒരു കേസിന് പോലും പോകാതെ നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നില്ലേ ഈ ക്ഷേത്രവും അവിടുത്തെ തന്ത്രിയും ഒക്കെ? എന്നിട്ട് ഈ കോടതിയിൽ ഞങ്ങളെ പോലുള്ള ചില ഭക്തർ ഇടപെട്ട് കോടതിയിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ഓർഡർ സമ്പാദിച്ചെടുത്തിട്ട് വീണ്ടും അവിടെ ചെന്ന് ഈ കോപ്രായം കാട്ടുമ്പോൾ ക്ഷേത്രതന്ത്രി എന്തുകൊണ്ടാണ് അത് വിലക്കാത്തത്? ക്ഷേത്രതന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണല്ലോ, എന്തുകൊണ്ടാണ് ക്ഷേത്രതന്ത്രി ഇത് വിലക്കാത്തത്? എന്താണ് അതിന് കാരണം? തീർച്ചയായും ഗുരുവായൂരിലെ ഇത്തരത്തിലുള്ള ലംഘനങ്ങൾ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്തായാലും അടുത്ത ദിവസം ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഉത്സവം നടക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന്. ഉത്സവം നടക്കുമ്പോൾ ഇവരുടെ വീഡിയോ എടുക്കാനാണോ കോടതി പറഞ്ഞിരിക്കുന്നത്? ഉത്സവം നടക്കുമ്പോൾ അവിടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ ഉത്സവ ചടങ്ങിന്റെ വീഡിയോ, ഉത്സവത്തിന്റെ വീഡിയോ, അവിടെ ക്ഷേത്രാചാരങ്ങളുടെ വീഡിയോ, അത്തരത്തിലുള്ള വീഡിയോകൾ ചിലപ്പോൾ ചാനലുകൾക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പകർത്തേണ്ടി വരും. അത്തരത്തിലുള്ള വീഡിയോ പകർത്താൻ പറയുന്നതിനെ അവിടെ ചെന്ന്, അതും ഒരു
മാല, ഹരേ കൃഷ്ണ മാല പുതിയ രീതി ഉണ്ടാക്കുകയാണ്. കാരണം അവർക്ക് അവിടെ ചെന്ന് ആ മാല ഇടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി അവർ തന്നെത്താൻ കുറെ ഹരേ കൃഷ്ണ എന്നുള്ള വർണ്ണ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് നേരെ നടന്ന് ചെന്ന് വീഡിയോ എടുത്ത് അവിടെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള പെർമിറ്റഡ് അല്ലാത്ത സ്ഥലത്ത് നിന്നാണ് അവർ വീഡിയോ എടുക്കുന്നത്. ഗുരുവായൂരിലെ SHO എന്ത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്? കോടതിയിൽ കൃത്യമായ വിവരം നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ലേ? നിങ്ങളോട് വിശദീകരണം ചോദിച്ചിട്ടില്ലേ? ഗുരുവായൂർ പോലീസ് സ്റ്റേഷനോട്, ഗുരുവായൂരിലെ പോലീസ് അധികാരികളോട് ചോദിച്ചിട്ടില്ലേ? എന്നിട്ടും ഈ സ്ത്രീ ആരാണ് ഗുരുവായൂരിൽ അഴിച്ചുവിടുന്നത്? തീർച്ചയായും ഇതിനെതിരെ കൃത്യമായി ഹിന്ദുക്കളുടെ സംയമനം കൊണ്ട് മാത്രമാണ്. അവർ ചോദിക്കുന്നു, ഞങ്ങൾ അവിടെ പോയിട്ട് ഇന്ന് രാവിലെ മറ്റൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു. അവർ ചോദിക്കുന്നു, ഞാൻ ഗുരുവായൂരിൽ ചെന്നിട്ട് ആരും എന്റെ കാല് വെട്ടിയില്ലാന്ന്. കാലും കയ്യും വെട്ടാത്തത് ഹിന്ദുക്കളുടെ സംയമനം കൊണ്ടാണ്. ഹിന്ദുക്കൾ അത്തരത്തിലുള്ള അക്രമങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. ഞങ്ങളെ പോലുള്ളവർ നിയമത്തിന്റെ വഴി തേടുന്നു എന്നല്ലാതെ നിങ്ങളെ കുറിച്ച് മറ്റേതെങ്കിലും നിങ്ങൾ കാണിക്കുന്ന പോലെ ലൈംഗിക ആക്ഷേപം ഉണ്ടാക്കുകയോ ലൈംഗിക ചുവയോട് സംസാരിച്ച് മാന്യമായി വരയ്ക്കുന്നവർ, ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാർ നിങ്ങൾ ലൈംഗിക ചുവയോട് എന്തോ പറഞ്ഞാലും അതിന് മറുപടി പറയാൻ ഞങ്ങളുടെ നിലവാരം നിങ്ങളോട് മറുപടി പറയാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ മറുപടി പറയാൻ വരില്ല. അത് മറയാക്കിക്കൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ആ സമയത്ത് അവർക്കെതിരെ പ്രതികരിച്ച മുഴുവൻ പേരെയും അവർ ആക്ഷേപിച്ചിട്ടുണ്ട്, ലൈംഗിക ചുവയോട് ആക്ഷേപിച്ചിട്ടുണ്ട് ഈ സ്ത്രീ. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ആ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റിൽ ഇവർ എന്നെ ടാഗ് ചെയ്യുക മാത്രമാണ്, പേര് പറയില്ല, പേര് പറയാതെ ആക്ഷേപിക്കുക, അതിനുശേഷം ടാഗ് ചെയ്യുക, നമ്മളെ ടാഗ് ചെയ്യുക. ടാഗ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിച്ച സെക്കൻഡിൽ അവർ ടാഗ് റിമൂവ് ചെയ്തു. ടാഗ് റിമൂവ് ചെയ്തിട്ട് എന്നെ പോലീസ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തൊന്നും പോലീസിന് വിഷയമല്ല. പോലീസിനും അതുപോലെ തന്നെ കൃത്യമായ ബയക്കപ്പ്, ഇവർക്ക് കൃത്യമായ രീതിയിൽ പോലീസിൽ, ഭരണ സംവിധാനങ്ങളിൽ, ക്ഷേത്രത്തിൽ ഒക്കെ ഇവർക്ക് കൃത്യമായ ബയക്കപ്പ് ഉണ്ട്. ഇവർ പല രീതിയിൽ, അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല, പല രീതിയിലും ആൾക്കാരെ കുടുക്കി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കോടതിയെ സമീപിക്കാൻ തന്നെ ഞങ്ങൾക്ക് നിയമത്തിന്റെ വഴി മാത്രമേ അറിയുകയുള്ളൂ. ഇതുപോലെ തെറി പറയാനും ലൈംഗിക ആക്ഷേപം ചൊരിയാനും ഒന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ നോക്കാനേ വരുന്നില്ല നിങ്ങളെ ഒന്നും. കാരണം നിങ്ങളെപ്പോൾ ആ വൃത്തികെട്ട അംഗ്യവും ആ വൃത്തികെട്ട സംസാരവും ഒരിക്കൽ മാത്രമേ കേട്ടുള്ളൂ. കേട്ടാൽ അറയ്ക്കുന്ന, ഈ ലോകത്ത് ഇത്രയും വൃത്തികേടായി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ, ഇത്രയും വൃത്തികെട്ട ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. എന്റെ ലൈഫിൽ ഇത്രയും വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായി കാണുകയാണ് ഇത്രയും ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ. അവർ പറയുന്നത് അവരുടെ സഹോദരനാണെന്നാണ്. ഒരു സഹോദരനും സഹോദരിയും കൂടിയാണ് ഇരുന്ന് സഹോദരനാണെന്ന് പറയപ്പെടും, നമുക്കറിയില്ല. പക്ഷെ അതേ ആക്ഷേപിക്കുന്നത് ലൈംഗിക ചുവയോടാണ് ആക്ഷേപിക്കുന്നത്. കുറെ റൗഡിത്തരം കാണിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയുന്നത് ഞാൻ വന്ന് വെട്ടും, കുത്തും, അടിക്കും, എന്റെ കയ്യിൽ കിട്ടിയാൽ അടിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഞങ്ങളൊക്കെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരും മര്യാദക്കാരുമായതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ, നിങ്ങളെ പോലുള്ള ഇത്തരക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. അതുകൂടി ആലോചിക്കുക. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിങ്ങളോട് വരുന്നില്ല. ഞങ്ങൾ പറയുന്നത് നിയമപരമായ കാര്യം തന്നെയാണ്. ആ നിയമപരമായ കാര്യത്തെ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടുന്നതുമായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്. ക്ഷേത്രാചാരങ്ങളുടെ വീഡിയോ എടുക്കരുതെന്ന് ഗുരുവായൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗുരുവായൂരിലെ പോലീസ് എന്താണ് നടപടി എടുക്കുക എന്ന് നോക്കട്ടെ, അതിനുശേഷം ബാക്കി. ഏതായാലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായി തന്നെ ഇത് കോടതിയിലേക്ക് തന്നെ എത്തിക്കാനാണ്. ആ ബെഞ്ചിൽ തന്നെ ആ കോടതി വിധി ലംഘിച്ച നിങ്ങളുടെ പ്രവൃത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് നിങ്ങൾ എത്ര ലൈംഗിക ആക്ഷേപം ചൊരിഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്ന ആരെയെങ്കിലും ചേർത്ത് എന്നെ പറഞ്ഞാലോ ഒന്നും അതിനൊരു മാറ്റവും വരില്ല. നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്നവരോട് മിണ്ടില്ലല്ലോ ഞങ്ങൾ. കാരണം നിങ്ങളെപ്പോലെ ഒരാളോട് മിണ്ടിയ ഒരാളോട് എങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുക? ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായി ബന്ധം പുലർത്തിയ ഒരാളോട് സംസാരിക്കാൻ പോലും ഞങ്ങൾക്ക് അറപ്പാണ്. കാരണം നിങ്ങളുടെ പ്രവൃത്തി അത്തരത്തിലാണ്. ഏതായാലും സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാരും കേരളത്തിലെ RSSന്റെ കാര്യാലയത്തിലൊക്കെ കയറ്റിയവർ ഇവരുടെ വീഡിയോ ഒരിക്കൽ കാണണം. എത്ര വൃത്തികെട്ട ഒരു സ്ത്രീ ആയിരുന്നു നിങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. കേരളത്തിലെ BJP-ക്കാരും ഒക്കെ ഒന്ന് കാണണം. അവരുടെ ആ ലൈംഗിക വൈകൃതമുള്ള സംസാരം കേട്ടാൽ ഈ ലോകത്ത്, ഞാൻ പറയുന്നു, ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും വൃത്തികേടായി സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയധികം വൃത്തികേടാണ് അവർ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറുപടി പറയാനെന്ന വ്യാജേനയാണ് പറയുന്നത്. നമ്മളെയൊക്കെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഏതായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. നിങ്ങളുടെ നിലവാരം എന്തെന്ന് നിങ്ങൾ മനുഷ്യരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. പക്ഷെ ഗുരുവായൂരിൽ അത്തരത്തിൽ ഞങ്ങളെ ഭക്തരെ വെല്ലുവിളിക്കുക, കാല് വെട്ടാനുള്ളവർ വരൂ, കൈവെട്ടാനുള്ളവർ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തലേ ദിവസം പോകുന്നതിന് മുമ്പ് വീഡിയോ ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഗുരുവായൂരിൽ ഉണ്ടാക്കാം, അതാണ് അവരുടെ ലക്ഷ്യം. അല്ലെങ്കിൽ എന്തിനാണ് അവർ വീഡിയോ എടുക്കുകയും ഇത്തരത്തിൽ വെല്ലുവിളിക്കുകയും ചെയ്തത്? ക്ഷേത്രത്തിൽ പോകാൻ ഒരു വിശ്വാസിക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവിടെ വീഡിയോ എടുക്കുകയും ഞാൻ ഒരു ദിവസം മുമ്പ് ഞാൻ എന്റെ ഗുരുവായൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പ്രകോപിപ്പിക്കുകയും പോകുന്ന വഴിയിട്ട് കാണിക്കുകയും. കാരണം ആരെങ്കിലും ഒരാൾ കയറി ചൊറിഞ്ഞാൽ
അവർക്ക് യൂട്യൂബ് റീച്ച് കിട്ടും, അവർ വീണ്ടും രക്തസാക്ഷി പരിവേഷത്തിലാവും, വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം. അതായത് ഗുരുവായൂരിനെ പ്രശ്നബാധിതമാക്കുക എന്നതാണ് ഈ സ്ത്രീയുടെ ആവശ്യം. ഈ സ്ത്രീയുടെയും ഇവരുടെ കൂടെയുള്ളവരുടെയും ആവശ്യം ഗുരുവായൂരിനെ പ്രശ്നത്തിലാക്കുക എന്നുള്ളതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കുകയാണ്. ഗുരുവായൂരിലെ ക്ഷേത്ര വിശ്വാസികളെ അവരെ ചൊറിയുകയാണ് ഇവരുടെ ഉദ്ദേശം. ഗുരുവായൂരിലെ ക്ഷേത്ര വിശ്വാസികൾക്ക് മാനസികമായി പ്രശ്നമുണ്ടാക്കുക, അവരെ പ്രതിസന്ധിയിലാക്കുക, അതാണ് ഈ സ്ത്രീയുടെ ഉദ്ദേശം. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അവരുടെ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയില്ല. പോയി കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് അവർ പറയുന്നത്, എന്തൊക്കെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളോ ലൈഫ് സ്റ്റൈലോ ഒക്കെ പറഞ്ഞിട്ട് അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഗുരുവായൂരിൽ പോകുന്നതിന് മുൻപ് ഉള്ള ദിവസങ്ങളിൽ അവർ 2-3 ദിവസം മുമ്പ് ഭക്തരെ ചൊറിഞ്ഞ് ഭക്തരെ അവിടേക്ക് വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് പ്രകോപിപ്പിച്ചുകൊണ്ടാണ് അവർ ഗുരുവായൂരിലേക്ക് വരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞു. ഏതായാലും ഗുരുവായൂർ SHO അടക്കമുള്ളവർ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. വീണ്ടും ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല.